ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 12 വെള്ളിയാഴ്ച. ഇന്നാണ് നമ്മൾ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുസഭ ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നു. നാളെ മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാൾ. നമ്മൾ 3 ദിവസമായിട്ട് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയായി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠ പുതുക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബുധൻ, വ്യാഴം, വെള്ളി 3-ാം ദിവസമാണ്. ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഓർത്തെടുക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ 6 അറകളുണ്ട്. ഈ 6 അറകളിലെ ആദ്യത്തെ അറയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ഹൃദയം സംയുക്ത ഹൃദയം എന്നാണ് പറയുക. കാരണം അത് രണ്ടും ഒന്നാണ്. ഈശോയുടെ തിരുഹൃദയത്തിന് 6 അറകളുണ്ട് എന്നാണ് അമേരിക്കൻ വനിതയായ മൗറിൻ സ്വീനിക്കൈലിന് ലഭിച്ചിട്ടുള്ള ഒരു സ്വകാര്യ വെളിപാടാണ്. ഇതൊരു വിശ്വാസ സത്യം ആയിട്ട് കണക്കാക്കണം എന്നില്ല. എങ്കിലും ഈ സംയുക്ത ഹൃദയങ്ങൾ ഈ വെളിപ്പെടുത്തലിന് മുൻപ് തന്നെ ഉണ്ട്. ഈശോയുടെയും മാതാവിൻ്റെയും ഹൃദയങ്ങൾ സംയുക്ത ഹൃദയങ്ങളാണ്. പക്ഷേ ഈ സഹോദരിയെ പ്രത്യേകമായിട്ടും ഇങ്ങനെയൊരു കാര്യം ലോകത്ത് അറിയിപ്പിക്കപ്പെടാൻ വേണ്ടി തിരഞ്ഞെടുത്തതാണ്. ഈ വ്യക്തിക്ക് അനേകം പ്രാവശ്യം ഈശോയും മാതാവും പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തലുകൾ കൊടുക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആദ്യത്തെ അറ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാണ്. 2-ാമത്തെ അറയിൽ പ്രവേശിക്കണമെങ്കിൽ വിശുദ്ധിയാണ് 2-ാമത്തെ അറ. 3-ാമത്തെ അറ എല്ലാ സുഹൃതങ്ങളിലും പൂർണ്ണത വരിക്കുക എന്നതാണ്. 4-ാമത്തെ അറ ദൈവഹിത അനുരൂപണം. അതുപോലെ 5-ാമത്തെ അറ ദിവ്യഹൃദയത്തോട് ഐക്യം. 6-ാമത്തെ അറ ദിവ്യഹൃദയത്തോട്, ദിവ്യമായ ഹിതത്തോട് ആമഗ്നമായിരിക്കുന്ന ഒരു അവസ്ഥ. ഇത് ധ്യാനിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, വേറെ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടം ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും അതിലടങ്ങി. ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുക. അങ്ങനെയായാൽ ഈശോയുടെ ഈ ഹൃദയത്തിലേക്ക് കടന്നു പറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഈശോയുടെ ഹൃദയത്തിലെ ആദ്യത്തെ അറ പരിശുദ്ധ അമ്മയായതുകൊണ്ട് അമ്മയുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയാൽ എളുപ്പമായി. അതുകൊണ്ടാണ് നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ അത് സാധ്യമാക്കുന്നത്. ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാളാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കൊരു കൂട് വയ്ക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാണും അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് നൽകിയ ദർശനത്തിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ഈ തിരുഹൃദയ ഭക്തി കടന്നു വരുന്നത്. 12 വാഗ്ദാനങ്ങൾ കൊടുത്തതും അങ്ങനെ മാസാദ്യ വെള്ളിയാഴ്ചകളിലെ ഭക്തിയും എല്ലാം ഓരോ ദർശനകർക്കും കർത്താവ് പറഞ്ഞു കൊടുത്ത വെളിപാടുകളിലൂടെ നമ്മൾ വളരെ സിമ്പിളായി കടന്നുപോയാൽ നമുക്ക് ഒന്നുകൂടെ ഈശോയുടെ ഹിതമനുസരിച്ച് ജീവിക്കാൻ സാധിക്കും. ഈ ഗബ്രിയേലി ബോസിസിനോട് ഈശോ പറയുകയാണ്, ഞാൻ ജീവനുള്ളവനാണ്, ജീവനുള്ള വ്യക്തിയാണ് നിൻ്റെ അടുത്ത് നിൽക്കുന്നത് എന്ന ബോധത്തോടെ നീ എന്താണ് കാര്യങ്ങളൊന്നും ചെയ്യാതെ, നീ എന്താണ് എന്നോടൊന്നും സംസാരിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്? ഈശോയ്ക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, നമ്മുടെ കൂടെ നടക്കണം, നമ്മുടെ ഒപ്പമായിരിക്കണം. സാധാരണ മനുഷ്യനെ പോലെ, സാധാരണ മനുഷ്യരോട് നമ്മൾ എങ്ങനെ സംസാരിക്കും അതുപോലെ ഈശോയോട് സംസാരിക്കണം. അതാണ് ഈശോയ്ക്ക് ഇഷ്ടം. ഇത് പറയാൻ ഈശോ കുറേ വീട്ടമ്മമാരെയും പഠിപ്പില്ലാത്ത കുറേ വ്യക്തികളെയും ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്നു. ചിലപ്പോൾ നല്ല പാണ്ഡിത്യമുള്ളവരെയും ഉപയോഗിക്കുന്നു.
ഈശോയുടെ ഒരേ ഒരു ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. ഈശോനെ സ്നേഹിക്കണം. ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. ആ ഒരു ബോധ്യം നമുക്ക് വേണം. ഈശോയുടെ ഹൃദയത്തിൽ നമ്മളും വന്നിരിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ സ്നേഹിക്കേ എന്ന് ഈശോ പറയുന്നത്. ആദ്യ ശനിയാഴ്ചകളിൽ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: ഈശോയുടെ എത്രയും ദിവ്യഹൃദയമേ, അങ്ങേക്കെതിരായി ചെയ്യപ്പെടുന്ന എല്ലാ പാപങ്ങൾക്കും അപമാനങ്ങൾക്കും അങ്ങയെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി ഈ വിശുദ്ധ കുർബാന സ്വീകരണം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും ചെന്ന് നിൽക്കേണ്ടത് പാപപരിഹാരമായിട്ട് ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയം വഴി കുർബാനയിൽ. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആകെത്തുക. ഇന്ന് നമുക്ക് ഈശോയുടെ തിരുഹൃദയ ജപമാല തുടർച്ചയായിട്ട് ചൊല്ലാം. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുബലാവല വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോയെ, എൻ്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചു കൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണനേരത്തെ എന്നെ അങ്ങയുടെ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരോടുകൂടി നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ പക്കൽ വരുവാൻ എന്നോട് നീ കൽപ്പിക്കണമേ. ഈശോയുടെ ദിവ്യഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിൻ്റെ കറയില്ലാത്ത തിരുഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിൻ്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും സ്തുതിക്കപ്പെടട്ടെ. എൻ്റെ ഈശോയെ, എന്നെ അനുഗ്രഹിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി തീർക്കണമേ. അതൊരു പ്രാവശ്യം ചൊല്ലി 10 തവണ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ. അതിനുശേഷം 10 തവണ ചൊല്ലിയതിന് ശേഷം മറിയത്തിൻ്റെ മാധുര്യമുള്ള വിമല ഹൃദയമേ, അങ്ങൻ്റെ രക്ഷയായിരിക്കണമേ. ഇത്രയും ചൊല്ലിയിട്ട് അടുത്ത രഹസ്യം ചൊല്ലാം. വീണ്ടും ഈ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് തിരുഹൃദയ ജപമാല ഈ ദിവസം ധാരാളമായിട്ട് ചൊല്ലാം. തിരുഹൃദയത്തിൻ്റെ ലുത്തിനിയായും കൂട്ടിച്ചേർക്കാം. കൂട്ടുകാരെ, ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിനോടുള്ള ദണ്ഡവിമോചനം കിട്ടുന്ന പ്രാർത്ഥനകൾ നമുക്ക് നോക്കാം. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും സ്നേഹിക്കപ്പെടട്ടെ. ഓരോ പ്രാവശ്യം ഉരുവിടുമ്പോഴും 300 ദിവസത്തെ ദണ്ഡവിമോചനമുണ്ടെന്ന്. എന്നാൽ ഇപ്പോൾ ഈ ദണ്ഡവിമോചനത്തിൻ്റെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരും ഇതുപോലെ 300 ദിവസം 400 ദിവസം എന്നൊന്നും ചിന്തിക്കേണ്ട, പറയണ്ട. ദിവസങ്ങളുടെ കണക്ക് കർത്താവിനറിയാം. നമ്മൾ എത്ര സഹനങ്ങൾ കാഴ്ചവെക്കണം, അതെപ്പോഴാണ് അത് പോവുക? ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും സ്നേഹിക്കപ്പെടട്ടെ എന്ന് ഓരോ തവണ ഉരുവിടുമ്പോഴും 300 ദിവസത്തെ ദണ്ഡവിമോചനം ലഭിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ 300 ദിവസം എന്നുള്ളത് നമുക്ക് എടുത്തു മാറ്റാം. ഈശോയുടെ നീതിക്കനുസരിച്ച് ദണ്ഡവിമോചനം. എന്തായാലും ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്ക് ദണ്ഡവിമോചനമുണ്ട്. ഓരോ പ്രാർത്ഥനകളും ഞാൻ വായിക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിരുന്ന് ചൊല്ലാം. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും സ്നേഹിക്കപ്പെടട്ടെ. അതൊന്നാമത്തെ പ്രാർത്ഥന. അത് ഓരോ പ്രാവശ്യം ഉരുവിടുമ്പോഴും 300 ദിവസത്തെ ദണ്ഡവിമോചനം ഉണ്ടെന്ന് പറയുന്നു. നമുക്കറിയാം, നമ്മുടെ നീതിക്കനുസരിച്ച് ദണ്ഡവിമോചനമുണ്ട്. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്നും എന്നേക്കും അങ്ങയെ സ്നേഹിക്കാൻ എന്നെ ഒരുക്കണമേ. മൂന്നാമത്തെ പ്രാർത്ഥന. ഞങ്ങളുടെ സ്നേഹത്തെ പ്രതികരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങയോടുള്ള സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയം ജ്വലിപ്പിക്കണമേ. നാലാമത്തെ പ്രാർത്ഥന. ഈശോയുടെ ദിവ്യഹൃദയമേ, ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അഞ്ചാമത്തെ പ്രാർത്ഥന. ഹൃദയശാന്തതയും എളിമയുമുള്ള യേശുവേ, അങ്ങയുടെ ഹൃദയം ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിന് ഒത്തതാക്കി തീർക്കണമേ. 6. ഈശോയുടെ തിരുഹൃദയമേ, അവിടുത്തെ രാജ്യം വരണമേ. 7. ഈശോയുടെ ദിവ്യഹൃദയമേ, പാപികളെ മാനസാന്തരപ്പെടുത്തണമേ, മരിക്കുന്നവരെ രക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, എന്നോടുള്ള അങ്ങയുടെ സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
ഈശോയുടെ തിരുഹൃദയമേ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ സ്വതന്ത്രരാക്കണമേ. സ്നേഹമുള്ള തിരുഹൃദയമേ, എൻ്റെ എല്ലാ ശരണവും അങ്ങയിൽ സമർപ്പിക്കുന്നു. എന്തെന്നാൽ എൻ്റെ ബലഹീനത മൂലം ഞാൻ ഭയപ്പെടുന്നുവെങ്കിലും അങ്ങയുടെ കരുണയാൽ ഞാൻ പ്രത്യാശിക്കുന്നു. ഈശോയുടെ മാതൃമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സഹോദരന്മാരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിന് മഹത്വവും സ്നേഹവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, അവിടുന്ന് അറിയപ്പെടട്ടെ, അവിടുന്ന് സ്നേഹിക്കപ്പെടട്ടെ, അവിടുന്ന് അനുകരിക്കപ്പെടട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കട്ടെ. 1942 ഓഗസ്റ്റ് 15 ഈശോ വിശുദ്ധ മാർഗരീറ്റ മറിയത്തിലൂടെ ഇരുഹൃദയങ്ങളോടുള്ള നൊവേനകൾ ആദ്യം വെളിപ്പെടുത്തിയത്. ഈശോ മാർഗരീറ്റയോട് പറഞ്ഞു, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും അതോടൊപ്പം മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെയും സ്തുതിക്കായിട്ട് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട്. ഈ നൊവേന, രണ്ട് ഹൃദയങ്ങളുടെയും നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് ഈശോ 33 വാഗ്ദാനങ്ങൾ നൽകി. ലോകത്തിനും തിന്മകൾക്കും വേണ്ടി എൻ്റെ കൃപകൾ നിക്ഷേപിച്ചിരിക്കുന്ന വിമല ഹൃദയം ദർശിക്കുക. ഈശോയുടെ തിരുഹൃദയവും മാതാവിൻ്റെ വിമല ഹൃദയവും രണ്ടും സംയുക്ത ഹൃദയങ്ങളാണ്. മാസാദി വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തോട് കാണിക്കുന്ന ഭക്തിയും നൊവേനയും, മാസാദി ശനിയാഴ്ച അമ്മയുടെ വിമല ഹൃദയ സ്തുതിക്കായിട്ടുള്ള നൊവേനയും വിശുദ്ധിയോടെ പ്രാർത്ഥിച്ചാൽ 33 വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സംയുക്ത ഹൃദയം ഒരു ദർശനങ്ങൾക്ക് മാത്രമല്ല, പല വ്യക്തികൾക്കും വെളിപാടുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ അവസാന കാലഘട്ടത്തിലാണ് മൗറീനിസ് സ്വീനിക്കയിൽ എന്ന് പറയുന്ന ഒരു വനിതയ്ക്കും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇതൊന്നും നമ്മൾ വായിച്ചിട്ടില്ലെങ്കിലും നമുക്കറിയാം, ഈശോയുടെ ഹൃദയവും മാതാവിൻ്റെ ഹൃദയവും ഒന്നാണ്. അവർ ഒരു ശരീരമാണല്ലോ, ഒരു ശരീരത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഈശോയുടെയും മാതാവിൻ്റെയും സംയുക്ത ഹൃദയങ്ങളുടെ സ്തുതിക്കായിട്ടുള്ള നൊവേനകൾ നമ്മൾ ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് എന്ന് പറഞ്ഞ് കാഴ്ചവെക്കണം. കാരണം അങ്ങനെ കാഴ്ചവെക്കുമ്പോഴാണ് നമുക്ക് ഈ വാഗ്ദാനങ്ങൾ, ഈ 33 വാഗ്ദാനങ്ങൾ നമുക്ക് ലഭിക്കുക. ചുരുക്കി പറഞ്ഞാൽ, എല്ലാം നമ്മുടെ അനുദിന ജീവിതത്തിലെ എല്ലാം സഹനങ്ങളും നമ്മൾ ആദ്യം കണ്ടല്ലോ. വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കാൻ നമുക്കുള്ളതെല്ലാം സന്തോഷവും സന്താപവും പാപവും നന്മയും സുഹൃതവും ഇനി ചെയ്യാനിരിക്കുന്നതും ചെയ്തു പോയതും എല്ലാം പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ടും ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും വിമല ഹൃദയങ്ങൾക്ക് എതിരെ മനുഷ്യമക്കൾ ചെയ്യുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായിട്ടുമാണ് എന്ന് നമ്മൾ കാഴ്ചവെക്കണം. അപ്പോൾ നമുക്ക് ഈ വാഗ്ദാനങ്ങളെല്ലാം നമുക്കും ലഭിക്കും. പ്രിയ കൂട്ടുകാരെ, ഫാത്തിമയിൽ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ മാസാദി വെള്ളിയും മാസാദി ശനിയാഴ്ചയും ഒക്കെ ആചരണങ്ങൾ. ഈശോയുടെ തിരുഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ 9 മാസാദി വെള്ളിയാഴ്ചകളിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് 1690 വിശുദ്ധ മർഗരീറ്റയോട് പറഞ്ഞത്. അതുപോലെ 9 മാസാദി ശനിയാഴ്ചകളിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് ഫാത്തിമയിൽ 1917 പറഞ്ഞു സിസ്റ്റർ ലൂസിയായോട്. അതുപോലെ അമ്മ അവിടെ പറഞ്ഞത് ഒരു 53 മണി ജപമാല ചൊല്ലണം. 15 മിനിറ്റ് നേരം ജപമാല രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് അമ്മയോട് ചേർന്നിരിക്കണം. പരിഹാര അനുഷ്ഠാനം നിയോഗമായി വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യേണ്ടത്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഭക്തിയോടെ നമ്മളെല്ലാം ചൊല്ലണം. പരിഹാരമായിട്ട് വേണം. ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ടും പാപികളുടെ മാനസാന്തരത്തിനും അങ്ങനെ ശുദ്ധീകരാത്മാക്കളുടെയും ഒക്കെ പാപപരിഹാരമായിട്ട് വേണം ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ അന്ന് നമുക്ക് ഓർക്കാം,
പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാണ് നാളെ. രണ്ടും ഒന്നിച്ചുള്ള ഹൃദയമാണ്. ഇവരോടുള്ള ഭക്തി നമ്മൾ ചെയ്യേണ്ടത് ലോകത്തിൻ്റെ പാപത്തിനും നമ്മുടെ പാപത്തിനും കുടുംബവൃക്ഷത്തിൻ്റെ പാപത്തിനൊക്കെ പരിഹാരമായിട്ടാണ്. നമുക്ക് അങ്ങനെ കാഴ്ചവെക്കാം. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാളിന് നമ്മൾ കേട്ട പ്രാർത്ഥനകളൊക്കെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ചൊല്ലാം, അല്ലെങ്കിൽ മനസ്സിൽ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കാം. അതിന് ഒരു തടസ്സവും ഇല്ലല്ലോ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങനെ സ്നേഹമായിരിക്കണമേ, അങ്ങനെ നമുക്ക് കിട്ടാവുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലാം. ഞാൻ ഇന്ന് ഇപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്ന ഒരു കാര്യം, ഞാൻ ഇന്നലെ പരിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു ദർശനമാണ്. ഈശോ കാണിച്ചു തന്നൊരു ദർശനം. കുർബാനയുടെ ആദ്യത്തിൽ തന്നെ നമ്മൾ കൈകൂപ്പി അന്നാ പെസഹ തിരുനാളെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രിയ കൂട്ടുകാരെ, ആ സമയത്ത് ഞാനൊരു വലിയ ജനക്കൂട്ടത്തെ കണ്ടു. അപ്പോൾ സകല മാലാഖമാരും ഇപ്പോൾ ഇറങ്ങി വന്ന സമയമാണെന്ന് എനിക്ക് മനസ്സിലറിയാം. സകല സ്വർഗവാസികളും ഇറങ്ങി വരുന്ന സമയമാണ്, ബലി തുടങ്ങുന്ന സമയം. സ്വർഗം മുഴുവൻ നമ്മുടെ അൾത്താരയിൽ വന്ന് നിൽക്കും ബലിയർപ്പണത്തിനായിട്ട്. കാരണം അവർക്ക് ആരാധിക്കേണ്ട പിതാപുത്ര പവിത്രാത്മൻ ഇപ്പോൾ നമ്മുടെ അൾത്താരയിലാണ്. അത് എനിക്കറിയാം. പക്ഷേ ഞാനിങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പാട്ടുപാടി കുർബാന തുടങ്ങിയ സമയത്ത്, പ്രിയ സഹോദരങ്ങളെ, അറിയില്ല ഇത്രമാത്രം ജനങ്ങൾ എങ്ങനെ ഞങ്ങളുടെ പള്ളി പരിസരത്ത് എത്തിയെന്ന്. വിഷനാണ് കേട്ടോ. ദർശനത്തിൽ ഒരു മഹാസമുദ്രം പോലെ ഞങ്ങളുടെ പള്ളി നിറഞ്ഞു. ഇരുവശങ്ങളും നിറഞ്ഞു, മുൻഭാഗം നിറഞ്ഞു. പിന്നെ പറമ്പിൽ, ഗ്രൗണ്ടിൽ, സെമിത്തേരിയിൽ എല്ലാം ജനങ്ങളാണ്. പലതരത്തിലുള്ള ജനങ്ങളെയാണ് ഞാൻ കാണുന്നത്. പല വകുപ്പുകൾ, കറുത്ത വർഗം, വെളുത്ത വർഗം, അങ്ങനെ എനിക്കറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. പള്ളിയുടെ പരിസരം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അങ്ങനെ ഞാൻ ഈശോയോട് ചോദിച്ചു, ദൈവം ഇതെന്താ? അപ്പോൾ ഈശോ പറയാണ്, മോളെ, ഇങ്ങനെ ലോകം മുഴുവൻ പിതാവിൻ്റെ മുമ്പിൽ അണിനിരന്ന് അവരുടെ ജീവിതം ക്രമപ്പെടുത്തിയവർക്ക്, സ്വർഗം കിട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തിയവർക്ക്, അതുപോലെ വലിയ പുണ്യപ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നവർക്കും, അങ്ങനെ ഒരുപാട് ജനങ്ങളാണ് ഈശോയുടെ പിതാവിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ കുർബാനയിൽ ഇങ്ങനെ കണ്ടപ്പോൾ, അതെന്തിനാവും ഇങ്ങനെ ഒരു ജനക്കൂട്ടത്തെ എനിക്ക് കാണിച്ചു തരുന്നത്? ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് മരിച്ചവർക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന നമ്മൾ കുർബാനയുടെ ഇടയിലുണ്ട്. ക്ലേശിതരും ദുഃഖിതരും അമ്പിൽ നിന്ന് വേർപിരിഞ്ഞു പോരുമായ എന്ന് അച്ഛൻ പറഞ്ഞ സമയത്ത് ഞാൻ കാണാണ്, ഈ ഹൈക്കലയിൽ നമ്മളിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ മുൻഭാഗത്ത് ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾ മുഴുവൻ വന്ന് നിൽക്കുക. അത് ചിലർ ഒരു ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നുണ്ട്. ശുദ്ധീകര ആത്മാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ചിലർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഞാനപ്പോൾ ഒരു വലിയ ജനം മുഴുവൻ കണ്ടു. പിന്നെ ഇവരെയും കണ്ടു. കർത്താവിനോട് ഞാൻ ചോദിച്ചു, ദൈവം ഇതെന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഈശോ പറഞ്ഞു, മോളെ, ആദ്യം നീ കണ്ടില്ലേ ഈ ജനം മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ നിൽക്കുന്നത്? ഇങ്ങനെയായിരിക്കും അന്ത്യവിധിയിലും. ജനം മുഴുവൻ പിതാവിൻ്റെ പക്കലെത്തും. നന്മ ചെയ്തവർ പിതാവിനോടൊപ്പം ഉണ്ടാകും. എന്നിട്ട് ഈശോ പറഞ്ഞു, എൻ്റെ ഈ പരിശുദ്ധ കുർബാന, അതായത് പാപപരിഹാര ബലിയിലൂടെ രക്ഷപ്പെടാനായിട്ട് ഇരിക്കുന്ന ആത്മാക്കളാണ് നീ ഈ കണ്ടത് മുഴുവൻ. മരിച്ചവർ മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവരും. ഇത്രയും പാപികൾ മാനസാന്തരപ്പെട്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ വേണ്ടി
നീ ഈ സഹനങ്ങൾ കാഴ്ചവെക്കണം എന്നോട്. എന്നിട്ട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല മരിച്ചു പോയവർക്കും എൻ്റെ തിരുഹൃദയം തുറക്കുന്നു. അത് കാണിക്കാനാണ് ശുദ്ധീകരാത്മാക്കളെ കാണിച്ചത്. പ്രിയ സഹോദരങ്ങളെ, ഈ ദർശനത്തിൽ കൂടെ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തം, തിരുജലം ഭൂമിയിലുള്ളവർക്കും അതുപോലെ തന്നെ മരിച്ചവർക്കും നമ്മൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണമെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ദർശനം എനിക്ക് വളരെ പ്രചോദനം കിട്ടുന്നതായിരുന്നു. കാരണം നമ്മുടെ പ്രാർത്ഥനകളൊന്നും വില പോകാതെ പോയിട്ടില്ല. എല്ലാം ആവശ്യമുള്ളവർക്ക് പിതാവായ ദൈവം പാപിയായ എന്നിലൂടെയും അനേകം മക്കളിലൂടെയും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മെ തന്നെ കാഴ്ചവെക്കാം. ഈശോയുടെ തിരുഹൃദയം കുത്തിപ്പിളർന്നതും രക്തമൊലിപ്പിക്കുന്നതും ജലമായിട്ട്, തിരുരക്തവും തിരുജലവുമായിട്ട് ഒഴുകുന്നതും എല്ലാം പാവപ്പെട്ട പാപികളുടെ മേൽ ഒഴുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുഹൃദയ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ആമീൻ.